ടാറ്റ എയ്സ് അല്ല കുട്ടിയാന ഇന്ത്യൻ ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ നാഴികല്ല് എന്നും വിശേഷിപ്പിക്കാം. വർഷം 2005 ഇന്ത്യയിലെ ലൈറ്റ് കൊമേഴ്ഷ്യൽ യൂസിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രധാനമായി പങ്ക് വഹിച്ചിരുന്നത് 3 വീലേഴ്സ് ആയിരുന്നു. അത് ചെറുകിട ലോഡിംഗ് പർപ്പസിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിൽ വളരെയധികം പരിധികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫ്യൂവൽ എഫിഷ്യന്റ് ആയിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ ലോഡുകൾ കൊണ്ടുപോകാനായി ട്രക്ക് പോലുള്ള വാഹനങ്ങൾ വിളിക്കുന്നത് ചെലവാണ്. എന്നാൽ പക്ഷേ 3 വീലർ ആകുമ്പോൾ അത് ലാഭവുമാണ്. പക്ഷേങ്കിൽ ഇത് ചുരുങ്ങിയ ഇടങ്ങളിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് 3 വീലേഴ്സിൽ കൂടുതൽ ലോഡുകൾ കൊണ്ടുപോകുന്നത് അപകടമായിരുന്നു. എന്നാൽ ഇതിന് സേഫ്റ്റി അതുപോലെ തന്നെ കംഫർട്ട് വളരെ പ്രൊട്ടക്ഷനും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 4 വീലർ മിനി പിക്കപ്പ് ട്രക്ക് അന്ന് തയ്യാറായി. ഇതിനിടയിലേക്കാണ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ 407 അതുപോലെ തന്നെ മിനി ഡോർക്കും ഇടയിൽ ഒരു വാഹനം കൊണ്ടുവരുന്നത്. അന്ന് ചെറുകിട കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഇൻഡസ്ട്രിയിൽ ഒരു വാഹനങ്ങളും ഉൾക്കൊള്ളാൻ വ്യവസായമായി ആരും ചിന്തിച്ചിരുന്നില്ല. ഇത് മിനി പിക്കപ്പ് ട്രക്കുകളുടെ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലേക്ക് തന്നെ ഒരു വിപ്ലവം തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇന്നും പതറാതെ പിടിച്ചു നിൽക്കുന്ന സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റിലെ കുട്ടിയാന.